ഞാൻ ഇന്ന പ്രകാരമുള്ള വീട്ടിലിരിക്കണം, ഈ വീട് മുഴുവനും എൻ്റെയാണ് എന്നുള്ള തോന്നലൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്. ശരീരത്തിന് ഇരിക്കാനാണ് വീട്, ശരീരത്തിന് ഇരിക്കാനാണല്ലോ വീട്. വാസ്തവത്തിൽ ശരീരമാണോ അതോ നിങ്ങൾ ശരീരത്തിലിരിക്കുന്ന ജീവനോ? അപ്പോൾ ജീവനിരിക്കാനുള്ള വീട് ഓൾറെഡി പ്രകൃതി സൃഷ്ടിച്ചിട്ടാണല്ലോ മാതൃഗർഭത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ ശരീരത്തിന് ഇരിക്കാനുള്ള വീട്, അത് ശരീരത്തിന് ഇരിക്കാനാണ്. ഞാനൊരു ജീവനാണ്, എനിക്കിരിക്കാനുള്ള വീട് പ്രകൃതി തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിന് ഇരിക്കാനുള്ള വീടിനോട് ഇത് എൻ്റെ വീടാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ അവിടെയല്ല ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് ശരീരത്തിലാണ്. ശരീരം വീട്ടിലിരിക്കുന്നുള്ളൂ, അത് എപ്പോഴും ഇരിക്കുന്നില്ല, പുറത്തു പോവും വരും ഒക്കെ ചെയ്യും. ഈ ശരീരത്തിൽ ഇരുത്തിയത് നമ്മളല്ല, അത് വിട്ടു പോണത് നമ്മളല്ല. പിന്നെ എവിടെ ഇരുത്താനാണ് ഈ നോക്കണത്? മണിമാളികയിലിരിക്കണം, വലിയ കാറിൽ സഞ്ചരിക്കണം, എപ്പോൾ നോക്കിയാലും TV നോക്കണം, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഇതൊക്കെ തൊലിപ്പുറമേ നടക്കുന്ന കാര്യങ്ങളാണ്. ഉള്ളിലേക്ക് എന്തെങ്കിലും സൗഭാഗ്യം വേണമെങ്കിൽ ഗുണമൂല്യങ്ങളെ കൊണ്ടേ ആവുള്ളൂ. മനസ്സിനുള്ള അലങ്കാരം, ഭൂഷണം മൂല്യമാണ്. ബുദ്ധിക്കുള്ളത് അറിവാണ്. ആ അറിവ് അഭിമുഖമായി എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്കർഷം. അല്ലാതെ ബാഹ്യവസ്തുക്കളെ അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ബാഹ്യവസ്തുക്കൾ എൻ്റെ കൂടെ വരാൻ പോണില്ല. എൻ്റെ കൂടെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഉൾസമ്പത്ത് മാത്രമാണ് എന്നുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ തന്നെത്താനെ മനസ്സ് നിസ്സംഗമാവും.